നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് ട്രാൻസ്ഫോംസ് ആണ്. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എസ് ബി ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എസ് എന്താണ്? ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി. ആൻഡ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണ്? ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st f of t dt. So d by ds of f of s is equal to d by ds of integral 0 to infinity e raised to minus st f of t dt എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st f of t dt നെ we have to differentiate it with respect to s. with respect to s മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ ഈ ഡി ബൈ ഡി എസിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ഡോ ബൈ ഡോ എസ് എന്നെഴുതാം. കാരണം ഈ ഫംഗ്ഷനിൽ എന്തുണ്ട്? എസ്സും വരുന്നുണ്ട്, ടിയും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? വിത്ത് റെസ്പെക്ട് ടു എസ് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ അതിന് നമുക്ക് ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി എന്നെഴുതാം. ആൻഡ് അതെന്താണ്? ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടിയിലുള്ള ഒരു ഫംഗ്ഷനാണ്, എസ്സിലുള്ള ഫംഗ്ഷൻ അല്ല. അപ്പോൾ അതിനെ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി അത് മാത്രമേ ഉള്ളൂ എസ്സിലുള്ള ഫംഗ്ഷൻ. അതിനെ മാത്രം എന്ത് ചെയ്താൽ മതി? വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മതി. സോ ഇൻറ്റഗ്രൽ 0 to infinity ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി. ഇ റേസ് ടു മൈനസ് എസ് ടി എന്താ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടി മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. എഫ് ഓഫ് ടി അവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ എഫ് ഓഫ് ടി അവിടെ അങ്ങനെ തന്നെ വെച്ച് എഫ് ഓഫ് ടി ഡി ടി വരും. ഇതെന്താണ്? ഇൻറ്റഗ്രൽ 0 to മൈനസ് ഇൻറ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി ടി എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാപ്ലാസ് ഓഫ് ടി എഫ് ഓഫ് ടി. എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് എന്താണ്? 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അവിടെ എന്ത് കൂടി വരുന്നുണ്ട്? ഒരു മൈനസ് ടി കൂടി വരുന്നുണ്ട് അല്ലേ? സോ അതിന് നമുക്ക് മൈനസ് ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നെഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് എന്താ എഴുതാം? ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. അതായത് ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്നെഴുതാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഓഫ് ടി എഫ് ഓഫ് ടി ആണ് ഇവിടെ കിട്ടിയത്. ടി സ്ക്വയർ എഫ് ഓഫ് ടി എന്താവും? ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി. ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടിന് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ടി എഫ് ഓഫ് ടി എന്നെഴുതാം അല്ലേ? ആൻഡ് ടി ഇൻറ്റു ടി എഫ് ഓഫ് ടി അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയായിരുന്നു? ടി എഫ് ഓഫ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു. സോ ടി ഇൻറ്റു ടി എഫ് ഓഫ് ടിൻ്റെ എന്താവും? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് ടി എഫ് ഓഫ് ടി. ഓക്കെ, എൽ ഓഫ് ടി എഫ് ഓഫ് ടി മൈനസ് ഡി ബൈ ഡി എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു. സോ എൽ ഓഫ് ടി ഇൻറ്റു ടി എഫ് ഓഫ് ടി എന്ത് വരും? മൈനസ് ഡി ബൈ ഡി എസ് എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്നെഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ്. ഇനി എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഡി ബൈ ഡി എസ് ഇൻറ്റു മൈനസ് ഡി ബൈ ഡി എസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്നെഴുതാം. സോ മൈനസും മൈനസും പ്ലസ് ആയി. ഇതെന്താണ്? ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി. സോ എൽ ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി നമുക്ക് എന്ത് കിട്ടി? ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് ടി എഫ് ഓഫ് ടി മൈനസ് ഡി ബൈ ഡി എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. എൽ ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി എന്താണ്? ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി. സോ ഇത് വെച്ചിട്ട് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ജനറലായിട്ട് എന്താണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്തായിട്ട് എഴുതാം നമുക്ക്? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ ഡി എൻ ബൈ ഡി എസ് എൻ എഫ് ഓഫ് എസ് എന്നെഴുതാം. ഓക്കെ, സോ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി. ഓക്കെ, സോ ടി സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് നമുക്ക് കാണേണ്ടത്. അവിടെ നമുക്കറിയാം, നമ്മളിപ്പോൾ ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ് പറഞ്ഞപ്പോൾ ഒരു റിലേഷൻ പറഞ്ഞിരുന്നു അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ലാപ്ലാസ് ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്താണ്? ഈക്വൽ ടു മൈനസ് 1 റേസ് ടു എൻ ഡി എൻ ഡി എസ് എൻ ഡി എൻ ബൈ ഡി എസ് എൻ ഓഫ് എഫ് ഓഫ് എസ്. അതായത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ്. അവിടെ എഫ് ഓഫ് എസ് എന്തായിരുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു. സോ ഈ ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഫോമിലാണ്.
സോ ഇവിടെ n എന്താണ് 2 ആണ്, ദാറ്റ് ഈസ് ടി സ്ക്വയർ ആണ്. ആൻഡ് എഫ് ഓഫ് ടി എന്താണ് സൈൻ ഒമേഗ ടി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. -1 into nth derivative of f of s, where capital F of s is the Laplace transform of small f of t അല്ലേ. സോ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ് സൈൻ ഒമേഗ ടി. സോ എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് ലാപ്ലേസ് ഓഫ് സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം, -1 അല്ലേ. അപ്പോൾ ഇവിടെ 2 ആണ്. സോ -1 സ്ക്വയർ ഇൻറ്റു ഡി എൻ ബൈ ഡി എസ് എൻ ആണ്, അതായത് nth ഡെറിവേറ്റീവ് അല്ലേ. സോ ഇവിടെ n 2 ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇവിടുത്തെ എഫ് ഓഫ് ടി ആയിട്ട് നമ്മൾ എടുത്തത് സൈൻ ഒമേഗ ടിനെയാണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി അതാണ് എഫ് ഓഫ് എസ് വരിക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. സോ എൽ ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു -1 സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഇവിടെ -1 സ്ക്വയർ ആണ്, അപ്പോൾ അത് പോസിറ്റീവായി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ ഒമേഗ ആയതുകൊണ്ട് അത് 0 ആയി പോകും. ദെൻ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് -2 ഒമേഗ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് 2 ഒമേഗ ഇൻറ്റു 3s സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് ഫൈനൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോംസ് ഓഫ് ഇൻറ്റഗ്രൽസ്. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കൺവല്യൂഷൻ ആണ്. If functions f and g are piecewise continuous on the interval 0 infinity, then the convolution of f and g denoted by the symbol f star g is a function defined by f star g equal to integral 0 to t f of u g of t minus u du. ഓക്കെ, സോ രണ്ട് ഫങ്ഷൻസ് എഫും ജിയും അതെന്താണ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റിയിൽ. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെയും ജിയുടെയും കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എഫ് സ്റ്റാർ ജി എന്നാണ്. ആൻഡ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, എഫ് സ്റ്റാർ ജി ഈക്വൽ ടു 0 to t f of u g of t minus u du. ഓക്കെ, എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 f of u into g of t minus u du. നെക്സ്റ്റ്, the convolution theorem. If f of t and g of t are piecewise continuous and of exponential order, then Laplace of f star g equal to Laplace of f into Laplace of g. Okay, equivalently, okay, first f of tയും g of tയും എന്താണ് പീസ്വൈസ് കണ്ടിന്യൂസും എക്സ്പൊണൻഷ്യൽ ഓർഡറും ഉള്ള രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ അങ്ങനെ ആയാലേ ഉള്ളൂ എന്തുണ്ടാവുക, എഫിൻ്റെയും ജിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുക. സോ എഫ് ഓഫ് ടിയുടെയും ജി ഓഫ് ടിയുടെയും പീസ് വൈസ് കണ്ടിന്യൂസും ആണ് ആൻഡ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഓർഡറുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാപ്ലേസ് ഓഫ് എഫ് സ്റ്റാർ ജി എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു. എഫ് സ്റ്റാർ ജി 0 to t ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇതാണ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത്. സോ ലാപ്ലേസ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ലാപ്ലേസ് ഓഫ് എഫ് ഇൻറ്റു ലാപ്ലേസ് ഓഫ് ജി അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് ഫോം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഫ് എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ക്യാപിറ്റൽ ജി ഓഫ് എസ് ഈസ് ദ ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി, ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് L inverse of f of s g of s is equal to f star g of t എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് സ്റ്റാർ ജിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഇൻവേഴ്സ് കാണുകയാണ്. ലാപ്ലേസ് ഓഫ് എഫ് സ്റ്റാർ ജി എന്താണ്, ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി. സോ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസും ലാപ്ലേസ് ഓഫ് ജി ഓ ടി ക്യാപിറ്റൽ ജി ഓഫ് എസും ആയിരുന്നെങ്കിൽ ലാപ്ലേസ് ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് കിട്ടും. സോ എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എന്താ എഴുതാം, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ,
നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി. ഓക്കെ, സോ ഇത് നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യാം. സോ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി ഇൻ ലാപ്ലാസ് ഓഫ് സൈൻ ടി അല്ലേ? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, കൺവല്യൂഷൻ തിയറിൽ പറഞ്ഞത്. എഫ് ഓഫ് ടി ജി ഓഫ് ടി രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി. ഓക്കെ, സോ ഇവിടെ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് എന്താവും? ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു ലാപ്ലാസ് ഓഫ് സൈൻ ടി എന്താണ്? ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി എന്താണ്? 1/s-1 ആണ്. ആൻഡ് സൈൻ ടീൻ്റെ എന്താണ്? 1/s²+1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഈ ടീനെ അവിടെ വെച്ചു, ബാക്കി ആ ഇതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷനെ കൺസിഡർ ചെയ്തു. ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ, ഇതിൻ്റെ ലാപ്ലാസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, സോ അതിനെ ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു 1 ഡി ടോ എന്നെഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് കൺവല്യൂഷൻ്റെ പഠിച്ചതാണ് നമ്മൾ അല്ലേ? അപ്പോൾ സോ കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ലാപ്ലാസ് ഓഫ് സൈൻ ടി സ്റ്റാർ 1 എന്നെഴുതാം. സോ കൺവല്യൂഷൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, എഫ് ജി രണ്ട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ എഫ് സ്റ്റാർ ജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഫംഗ്ഷൻ നോക്കി നോക്കൂ. ഇതെന്താണ്? ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു 1 ഡി ടോ എന്ന ഫോമുല. അപ്പോൾ ഇത് ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ എഫ് ഓഫ് യുവിൻ്റെ സ്ഥലത്ത്, എഫിൻ്റെ സ്ഥലത്ത് എന്താ കിടക്കുന്നത്? സൈൻ ടോ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ എഫിൻ്റെ സ്ഥലത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സൈൻ ടോ ആണ്. ആൻഡ് ജിയുടെ സ്ഥലത്ത് കിടക്കുന്ന ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫിൻ്റെയും ജിയുടെയും കൺവല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഇൻ്റഗ്രൽ 0 ടു ടി, എഫ് ഇവിടെ എന്താണ്? സൈൻ ടോ. സോ സൈൻ ടോ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു. ജി എന്താണ്? ഇവിടെ നമ്മളെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു എന്തെടുത്തിട്ടുണ്ടെങ്കിലും എന്ത് തന്നെ വരിക? 1 തന്നെ വരിക. സോ ഇൻ്റഗ്രൽ 0 ടു ടി, ഈ എഫിൻ്റെയും ജിൻ്റെയും കൺവല്യൂഷൻ എന്താ വരിക? ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 1 തന്നെ വരും, ഡി യു. ഇവിടെ എന്താണ്? എഫ് ഓഫ് യു ആണ്, സൈൻ ടോ ആണ് അല്ല ഇവിടെ. ഇപ്പോൾ ഇവിടെ യുക്ക് പകരം ഇവിടെ ടോ ആണ്. സോ എന്ത് വരും? ഇൻറ്റു ഡി ടോ എന്ന് വരും. അതായത് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു ഡി ടോ എന്ന് കിട്ടും. അതെന്താണ്? ഇറ്റ് ഈസ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് സ്റ്റാർ ജി. നമ്മളെടുത്ത എഫും ജിയും എന്തായിരുന്നു? സൈൻ ടോ ആൻഡ് 1. അതായത് സൈൻ ടോ സ്റ്റാർ 1 ആണ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു 1 ഡി ടോ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു 1 ഡി ടോനെ എങ്ങനെ എഴുതാം? ലാപ്ലാസ് ഓഫ് സൈൻ ടി സ്റ്റാർ 1 എന്നെഴുതാം കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട്. ഇനി ഇതെന്താണ്? രണ്ട് ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ഓഫ് സൈൻ ടി ഇൻറ്റു ലാപ്ലാസ് ഓഫ് 1 എന്നെഴുതാം. ആൻഡ് ലാപ്ലാസ് ഓഫ് സൈൻ ടി എന്താണ്? 1/s²+1 ആൻഡ് ലാപ്ലാസ് ഓഫ് 1 ഈസ് 1/s. സോ 1/s ഇൻറ്റു s²+1 എന്ന് കിട്ടും. എന്ത്? ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ ആണ്. സോ ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ അത് കാണണം. ഇനി നെക്സ്റ്റ് ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്? നമ്മൾ ലാപ്ലാസ് ഓഫ് ഡെറിവേറ്റീവ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു -1 റേസ് ടു എൻ ഡി എൻ ബൈ ഡി എസ് എൻ ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു. വേർ എഫ് ഓഫ് എസ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്താണ്? -1 റേസ് ടു എൻ ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ എന്താണ്? ആ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? ലാപ്ലാസ് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. ഇവിടെ എഫ് ഓഫ് ടി ആയിട്ട്, അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് നമുക്ക് ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ എന്ന് പറയുന്ന ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. ആൻഡ് ടി ഇൻറ്റു ആണ്. സോ എൻ ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? 1 ആണ്. എൻ 1 ആവുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? -1 റേസ് ടു എൻ ആൻഡ് nth ഡെറിവേറ്റീവ് ആണ് അല്ലേ? സോ -1 റേസ് ടു 1 -1 വരും, മൈനസ് ആൻഡ് ഡി ഇവിടെ nth ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ n 1 ആയതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡി ബൈ ഡി എസ് ഓഫ് എന്താണ്? എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്താണ്?
ഈ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പം നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്? ഇൻറ്റഗ്രൽ 0 to t sin tau d2 ആണ്. സോ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ഇൻറ്റഗ്രൽ 0 to t sin tau d2. സോ ഇതിനെ നമുക്ക് മൈനസ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ലാപ്ലാസ് ഓഫ് ഇൻറ്റഗ്രൽ 0 to t sin tau d2 എന്നെഴുതാം. ആൻഡ് ഈ ലാപ്ലാസ് ഓഫ് ഇൻറ്റഗ്രൽ 0 to t sin tau d2 ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. സോ ഇത് നമുക്ക് എന്തെഴുതാം? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, ഒറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആൻഡ് അവർ ആൻസർ വിൽ ബി 3s² + 1/s² ഇൻറ്റു s² + 1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യൂസിങ് ദ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ കൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നത് എങ്ങനെയെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. s² + a² ഇൻറ്റു s² + b². ഇതിൻ്റെ എൽ ഇൻവേഴ്സ് എന്താണെന്ന് കാണണം. എന്തുപയോഗിച്ചിട്ട്? കൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. നമ്മൾ കൺവല്യൂഷൻ തിയറത്തിൽ കണ്ടു, രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും ഉണ്ടെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് സ്റ്റാർ ജി എന്താണെന്ന് പറഞ്ഞു? ലാപ്ലാസ് ഓഫ് എഫ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് ജി ആണെന്ന് പറഞ്ഞു. സപ്പോസ് ലാപ്ലാസ് ഓഫ് എഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എസും ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എസും ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് സ്റ്റാർ ജി എന്താണ്? എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് നമുക്ക് എന്താണ്? എഫ് ഓഫ് എസിൻ്റെയും ജി ഓഫ് എസിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാം. അതായത് എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് നമുക്ക് എന്തായിട്ട് എഴുതാം? ദിസ് വിൽ ബി ഈക്വൽ ടു എഫ് സ്റ്റാർ ജി. സോ ഇവിടെ നമുക്ക് എൽ ഇൻവേഴ്സ് കാണേണ്ടത് എന്തിൻ്റെയാണ്? s² + a² ഇൻറ്റു s² + b². നമുക്കവിടെ കൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എൽ ഇൻവേഴ്സ് കാണുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ കഴിയണം. എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന ഫോമിൽ എഴുതാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഫ് ഓഫ് എസ് ഈക്വൽ ടു s/s² + a² എന്നും ക്യാപിറ്റൽ ജി ഓഫ് എസ് ഈക്വൽ ടു s/s² + b² എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ വരിക? s ഇൻറ്റു s² + a² ഇൻറ്റു s ഇൻറ്റു s² + b². അതായത് അതെന്താണ്? s²/s² + a² ഇൻറ്റു s² + b² എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ കാണേണ്ട ഫംഗ്ഷന് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള ഫോമിലെടുത്തു. എഫ് ഓഫ് എസ് എന്താണ്? s/s² + a², ജി ഓഫ് എസ് s/s² + b². ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്താണ്? കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് സ്റ്റാർ ജി. എഫ് സ്റ്റാർ ജി ആവും. എഫും ജിയും എന്താണ്? എഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസും ജി എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസും ആണ്. സോ എഫ് സ്റ്റാർ ജി എന്ന് കിട്ടണം. അതിന് നമുക്ക് എഫും ജിയും എന്താണെന്ന് കിട്ടണം ആദ്യം. സോ എഫും ജിയും കാണാൻ ഫസ്റ്റ് എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണെന്ന് അറിയാം. അതിൻ്റെ ഇൻവേഴ്സ് ആണ് സ്മോൾ എഫ്. സോ എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് s/s² + a². ഇതെന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് s/s² + a² ഈസ് ഈക്വൽ ടു കോസ് എ ടി. നെക്സ്റ്റ് ജി ഓഫ് എസ്, അതിൻ്റെ സ്മോൾ ജി കാണണം അല്ലേ. സോ ജി ഓഫ് എസ് എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ എൽ ഇൻവേഴ്സ് കാണണം. സോ ജി ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് s/s² + b² ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് ബി ടി. സോ ഇവിടെ നമുക്ക് എഫും ജിയും കിട്ടി, സ്മോൾ എഫും സ്മോൾ ജിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ഇവിടെ അതെന്താണ് വരുന്നത്? s²/s² + a² ഇൻറ്റു s² + b² ഈക്വൽ ടു എന്താണ്? കൺവല്യൂഷൻ തിയറം പ്രകാരം എഫ് സ്റ്റാർ ജി ആണ്. ആൻഡ് എഫ് ഈസ് കോസ് എ ടി ആൻഡ് ജി ഈസ് കോസ് ബി ടി. സോ ഇതെന്താണെന്ന് എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു കോസ് എ ടി സ്റ്റാർ കോസ് ബി ടി എന്നെഴുതാം. ഓക്കെ, സോ എൽ ഇൻവേഴ്സ് ഓഫ് s²/s² + a² ഇൻറ്റു s² + b² ഈക്വൽ ടു എന്താണ്? എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ്. ആൻഡ് ഡെഫിനിഷൻ, കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് എഫും ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എന്തായിരുന്നു? കോസ് എ ടിയും ജി ഓഫ് ടി കോസ് ബി ടിയും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ആണ് കോസ് എ ടി. സോ എഫ് ഓഫ് യു വിൽ ബി കോസ് എ യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ആണ്. ജി ഓഫ് ടി കോസ് ബി ടി ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു വിൽ ബി കോസ് ബി ടി ഇൻറ്റു ടി ഓഫ് ടി മൈനസ് യു.
ഡി യു എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്ത് ഫോമുല കിടക്കുന്നത്, കോസ് എ ഇൻറ്റു കോസ് ബി എന്ന ഫോമുലാണ്. സോ നമ്മൾ ആ ഫോമുല യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് കോസ് എ ഇൻറ്റു കോസ് ബി ഈക്വൽ ടു 1/2 കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണ്. സോ അതിവിടെ യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ടി 1/2 കോസ് എ എന്താണ്, എ യു ആണ്, ആൻഡ് ബി ഈസ് ബി ഇൻറ്റു ടി മൈനസ് യു. സോ കോസ് എ പ്ലസ് ബി എ യു പ്ലസ് ബി ഇൻറ്റു ടി മൈനസ് യു പ്ലസ് കോസ് എ മൈനസ് ബി എ യു മൈനസ് ബി ഇൻറ്റു ടി മൈനസ് യു ഡി യു. ഇനി അത് ബ്രാക്കറ്റെല്ലാം ഓപ്പൺ ചെയ്ത് നമുക്കതിനെ റീഅറേഞ്ച് ചെയ്താൽ ഈ ഒരു ഫോമുല എഴുതാം. ഇൻ്റഗ്രൽ 0 ടു ടി 1/2 കോസ് ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി പ്ലസ് കോസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടി ഡി യു എന്ന ഫോമുല എഴുതാം. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. കോസ് ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു യു. എന്താണത്, സൈൻ ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടി ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ലിമിറ്റ് എന്താണ്, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 ടു ടി ആണ്. സോ 0 ടു ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 1/2 ഇൻറ്റു സൈൻ എ ടി ബൈ എ മൈനസ് ബി പ്ലസ് സൈൻ ബി ടി ബൈ എ പ്ലസ് ബി മൈനസ് സൈൻ എ ടി ബൈ എ പ്ലസ് ബി മൈനസ് സൈൻ ബി ടി ബൈ എ മൈനസ് ബി പ്ലസ് സൈൻ ബി ടി ബൈ എ പ്ലസ് ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യാം, ഇവിടെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് വരുന്നുണ്ട്, എ മൈനസ് ബി വരുന്നുണ്ട്, അതിനെ അടുത്ത് കൊണ്ടുവന്നു, അങ്ങനെ അതിന് അറേഞ്ച് ചെയ്തു. സോ വിൽ ഗെറ്റ് സൈൻ എ ടി മൈനസ് സൈൻ ബി ടി ബൈ എ മൈനസ് ബി പ്ലസ് സൈൻ എ ടി പ്ലസ് സൈൻ ബി ടി ബൈ എ പ്ലസ് ബി എന്ന് കിട്ടി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ ടി മൈനസ് സൈൻ ബി ടി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു സൈൻ എ ടി പ്ലസ് സൈൻ ബി ടി ബൈ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുക, കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ കോമൺ ടേംസ് വരുന്നത് ക്യാൻസലായി പോകും. ഇവിടെ എ സൈൻ എ ടി പ്ലസ് എ സൈൻ എ ടി അത് 2a സൈൻ എ ടി ആവും, മൈനസ് എ സൈൻ ബി ടിയും പ്ലസ് എ സൈൻ ബി ടി ക്യാൻസലാവും, പ്ലസ് ബി സൈൻ എ ടി ആൻഡ് മൈനസ് ബി സൈൻ എ ടി ഇത് ക്യാൻസലാവും. പിന്നെ എന്താ ഉള്ളത്, മൈനസ് ബി സൈൻ ബി ടി മൈനസ് ബി സൈൻ ബി ടി ദാറ്റ് ഈസ് മൈനസ് 2b സൈൻ ബി ടി. ഇവിടെ ഒരു 1/2 ഉണ്ട്, അടിയിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആയിരുന്നു, അതെന്താവും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവും. ഓക്കെ, സോ ഇവിടെ 2 കോമൺ ആയിട്ട് എടുക്കാം, ആ 2ഉം ഈ 2ഉം ക്യാൻസലായി പോകും. സോ ദിസ് വിൽ ബി എ സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽ ഇക്വേഷൻ y ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി y ഓഫ് യു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യു. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കൂ. ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഫോം ഇൻ്റഗ്രൽ 0 ടു ടി y ഓഫ് യു ഇൻറ്റു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യു. ഇതെന്ത് ഫോമിലാണ് കിടക്കുന്നത്, ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്ന ഫോമിലാണ് കിടക്കുന്നത്. അതെന്താണ്, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് സ്റ്റാർ ജി അല്ലേ. സോ ഇവിടെ എഫ് ആയിട്ടുള്ള എഫിൻ്റെ പൊസിഷനിലുള്ളത് y ഓഫ് യു ആണ്, ആൻഡ് ജി ആയിട്ട് വരുന്നത് സൈൻ ടി ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ളതിന് ഇൻ്റഗ്രൽ 0 ടു ടി y ഓഫ് യു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യുവിനെ നമുക്ക് y സ്റ്റാർ സൈൻ എന്നെഴുതാം. ഓക്കെ, y സ്റ്റാർ സൈൻ ഓഫ് ടി എന്നെഴുതാം. ദെൻ നമ്മളിനി ലാപ്ലാസ് ഓഫ് y ഓഫ് ടി ആയിട്ട് ക്യാപിറ്റൽ Y ഓഫ് എസ് എന്ന് വി ലെറ്റ് ലാപ്ലാസ് ഓഫ് y ഓഫ് ടി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ Y ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ y ഓഫ് എസ് എന്താണ്, ലാപ്ലാസ് ഓഫ് y ഓഫ് ടി. ലാപ്ലാസ് ഓഫ് y ഓഫ് ടി എന്താണ്, ടി പ്ലസ് y സ്റ്റാർ സൈൻ ഓഫ് ടി. സോ ലാപ്ലാസ് ഓഫ് ടി, ലാപ്ലാസ് ഓഫ് y ഓഫ് ടി എന്ന് പറയുമ്പോൾ ലാപ്ലാസ് ഓഫ് ഇത് ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ടി പ്ലസ് y സ്റ്റാർ ഓഫ് സൈൻ ടി എന്നെഴുതാം. ഇനി നോക്കൂ, ലാപ്ലാസ് ഓഫ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ലീനിയാരിറ്റി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് ഇതിന് സ്പ്ലിറ്റ് എഴുതാം. ലാപ്ലാസ് ഓഫ് ടി പ്ലസ് ലാപ്ലാസ് ഓഫ് y സ്റ്റാർ സൈൻ ഓഫ് ടി എന്ന് എഴുതാം. ആൻഡ് ലാപ്ലാസ് ഓഫ് ടി എന്താണ്, 1/s² ആണ്. ഇത് നമ്മളെ കൺവല്യൂഷൻ തിയറി ഉപയോഗിച്ചിട്ട് ഇതിനെങ്ങനെ എഴുതാം, ലാപ്ലാസ് ഓഫ് y ഓഫ് ടി ഇൻറ്റു ലാപ്ലാസ് ഓഫ് സൈൻ ടി എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/s² ഇൻറ്റു ലാപ്ലാസ് ഓഫ് y ഓഫ് ടി എന്തായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്, y ഓഫ് എസ്, ക്യാപിറ്റൽ Y ഓഫ് എസ് ആണ്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു y ഓഫ് എസ്. ആൻഡ് ലാപ്ലാസ് ഓഫ് സൈൻ ടി എന്താണ്, 1/s² പ്ലസ് 1². സോ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്, y ഓഫ് എസ്, ക്യാപിറ്റൽ Y ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s² പ്ലസ് y ഓഫ് എസ് ഇൻറ്റു 1/s² എന്ന് കിട്ടി. ഈ ടേമും ഈ ടേമും
സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വൈ ഓഫ് എസിൻ്റെ ടേംസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 1/s² പ്ലസ് 1 ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും, 1/s² എന്ന് വരും. ഇനി ക്യാപിറ്റൽ വൈ ഓഫ് എസിനെ ഇവിടെ നിർത്തി ബാക്കി ലൈനൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. വൈ ഓഫ് എസ് ഈക്വൽ ടു s² പ്ലസ് 1/s⁴. ഇതെന്താണ്, ക്യാപിറ്റൽ വൈ ഓഫ് എസ് ആണ്. നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടത്. സോ വി ഹാവ് ടു ഗെറ്റ് വൈ ഓഫ് ടി. സോ വൈ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ എടുത്തത്, ലാപ്ലാസ് ഓഫ് വൈ ഓഫ് ടി ആണ് വൈ ഓഫ് എസ്, ക്യാപിറ്റൽ വൈ ഓഫ് എസ്. സോ വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ ഓഫ് എസ്. സോ വൈ ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ് എന്താണ്, s² പ്ലസ് 1/s⁴. ഇനി ഇതിൻ്റെ ന്യൂമറേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എന്തെഴുതാം, ഉള്ളിൽ s²/s⁴ പ്ലസ് 1/s⁴ എന്നെഴുതാം. സോ s²/s⁴ 1/s² പ്ലസ് 1/s⁴ എന്ന് എഴുതാം. ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ്, വീണ്ടും എൽ ഇൻവേഴ്സും ലീനിയർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁴ എന്ന് എഴുതാം. ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² എന്താണ്, ദാറ്റ് ഈസ് ടി പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁴. 1/s⁴ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് t⁻³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് t പ്ലസ് 1/6 ഇൻറ്റു t³. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ആൻസർ, സൊല്യൂഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ് വോൾട്ടേറ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഫോർ എഫ് ഓഫ് ടി. ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്താണ്, എഫ് ഓഫ് ടി ഈക്വൽ ടു 3t² മൈനസ് e⁻ മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ e⁻1 - ടോ ഡി ടോ. ഓക്കെ, ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഈ ഫംഗ്ഷനിൽ എഫ് ഓഫ് ടീൻ്റെ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള പൊസിഷൻ നോക്കൂ. അതെന്ത് ഫോമിലാണ് കിടക്കുന്നത്, ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ഇൻറ്റു e⁻1 - ടോ ഡി ടോ അല്ലേ. അതായത് അത് ഈ ഫോമിലാണ് കിടക്കുന്നത്, ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു, ആ ഫോമിലാണ് കിടക്കുന്നത്. ഇതെന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ആണ്. സോ ഇതിനെ നമുക്ക് എന്താ എഴുതാം, കൺവല്യൂഷൻ, രണ്ട് ഫംഗ്ഷൻ്റെ കൺവല്യൂഷനായിട്ട് എഴുതാം. ഏതൊക്കെ ഫംഗ്ഷൻ, എഫും ഇയും. ഓക്കെ, എഫ് ഓഫ് ടി e⁻t എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ എഫ് ഓഫ് ടി സ്റ്റാർ e⁻t എന്ന് എഴുതാം ഈ ഇൻ്റഗ്രലിലുള്ള കംപ്ലീറ്റ് ഫംഗ്ഷനെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്താവും, എഫ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 3t² മൈനസ് e⁻t മൈനസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ടി സ്റ്റാർ e⁻t എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമായിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്താണ്, ഇതാണ്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് 3t² മൈനസ് e⁻t മൈനസ് എഫ് ഓഫ് ടി സ്റ്റാർ e⁻t എന്നെഴുതാം. ഇനി നമുക്ക് എന്താ അറിയാം, ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ലീനിയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ എൽ ഓഫ് 3t² എന്താവും, 3 ഇൻറ്റു ലാപ്ലേസ് ഓഫ് t² മൈനസ് എൽ ഓഫ് e⁻t മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ e⁻t എന്നെഴുതാം. ഇനി 3 ഇൻറ്റു ലാപ്ലേസ് ഓഫ് t², ലാപ്ലേസ് ഓഫ് t⁻n എന്താണ്, n ഫാക്ടോറിയൽ ബൈ s⁻n+1 ആണ്. സോ ഇവിടെ n എന്താണ്, 2 ആണ്. സോ 2/s⁻2+1 ദാറ്റ് ഈസ് s³ എന്ന് വരും. മൈനസ് ലാപ്ലേസ് ഓഫ് e⁻t, e⁻at-ൻ്റെത് 1/s-a ആണ്. സോ e⁻t-ൻ്റെത് എന്ത് വരും, 1/s+1 എന്ന് വരും. സോ ദാറ്റ് ഈസ് മൈനസ് 1/s+1 മൈനസ് ഇനി ഇവിടെ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ e⁻t. ഇതെന്താണ്, നമുക്ക് കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം, ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലേസ് ഓഫ് e⁻t എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 അല്ല 2 ഇൻറ്റു 3 6/s³ മൈനസ് 1/s+1 മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ആയിട്ട് നമ്മൾ എന്താ എടുത്തത്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സോ ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് എസ് ഇൻറ്റു എന്താണ്, എൽ ഓഫ് e⁻t. എൽ ഓഫ് e⁻t എന്താണ്, 1/s-1. സോ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു 6s³ മൈനസ് 1/s+1 മൈനസ് 1/s-1 ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എസിൻ്റെ ടേംസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം.
ഓക്കെ, സോ ദിസ് ഇസ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസിൻ്റെ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ആൾറെഡി ഒരു എഫ് ഓഫ് എസ് ഉണ്ട്, പ്ലസ് 1/(1 - s - 1) എഫ് ഓഫ് എസ് എന്ന് വരും. ദാറ്റ് ഈസ് 1 + 1/(s - 1) ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു, ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക, ഈ രണ്ട് ടേമോ വരിക അല്ലേ, 6/(s³ - 1/(s+1). സോ അത് ക്രോസ് മൾട്ടിപ്ലിക്കേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 6 + 6x - s³ ഇൻറ്റു s+1 എന്നെഴുതാം. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്, 1 + 1/(s - 1) ഇൻറ്റു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആണ് റൈറ്റ് സൈഡിലുള്ള ഈ എക്സ്പ്രഷൻ കിട്ടിയത്. സോ ഇവിടെ നമുക്ക് എഫ് ഓഫ് എസ് മാത്രം ആക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ള എക്സ്പ്രഷനെയും കൂടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ s - 1 + 1/(s - 1) എന്ന് വരും. -1 + 1 ക്യാൻസൽ ആവും, s/s+1. സോ ഈ s/s+1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, ഇൻറ്റു s - 1/s ആവും. ഓക്കെ, സോ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക, -s⁴ + s³ + 6x² - 6/s⁴ ഇൻറ്റു s+1. അതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഈ വലിയൊരു എക്സ്പ്രഷനാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്, എഫ് ഓഫ് ടി, അതിൻ്റെ സൊല്യൂഷനാണ് എഫ് ഓഫ് ടി ആണ് കാണേണ്ടത്. അതായത് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലീനിയർ ട്രാൻസ്ഫോം എന്താണെന്ന് കാണണം. പക്ഷേ ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിനൊരു ഫോർമുല അല്ല. അപ്പോൾ ഈ ഒരു ഫോമിൽ വരുന്നത് നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻസ്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ് ചെയ്തിരുന്നത് അല്ലേ. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കിയിട്ട് എഴുതിയിട്ട് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുകയാണ് ചെയ്തിരുന്നത്, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുകയാണ് ചെയ്തിരുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷന് നമുക്ക് ഇവിടെ s⁴ ആയതുകൊണ്ട് ഇതിനെ a/s + b/s² + c/s³ + d/s⁴ എന്നെഴുതാം. പ്ലസ് നെക്സ്റ്റ് വൺ എന്താണ്, e/s+1. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെ s+1 ആണ്. സോ e/s+1 എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെയും റൈറ്റ് സൈഡിലുള്ളതിൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ എന്താക്കും, സെയിം ആക്കും. എന്നിട്ട് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. സോ ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ, ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ടേമിനെയും s⁴ ഇൻറ്റു s+1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാം. സോ ന്യൂമറേറ്റർ നമുക്ക് എന്താ വരുന്നത്, -s⁴ + s³ + 6s² - 6 ആണ്. പ്ലസ് റൈറ്റ് സൈഡിൽ വരിക a(s³ ഇൻറ്റു s+1 + b(s² ഇൻറ്റു s+1 + c(s ഇൻറ്റു s+1 + d ഇൻറ്റു s+1 പ്ലസ് e(s⁴) ഇങ്ങനെയാണ് വരിക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് ഓരോ ടേമിനെയും വെച്ചിട്ട് എസിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഓരോ ABCDE അതിലേതെങ്കിലുമൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതേപോലെ എന്തും ചെയ്യാം, കോഎഫിഷ്യൻസ് ഇവിടെ ഓരോന്ന് s⁴ s³ അങ്ങനെ ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻസ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ABCDE ഈ 5 എണ്ണത്തിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ s = 0 കൊടുക്കുമ്പോൾ d = -6 കിട്ടും. s = -1 കൊടുക്കുമ്പോൾ e = -2 കിട്ടും. ഇനി s⁴ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ a = 1 കിട്ടും. s³ കമ്പയർ ചെയ്യുമ്പോൾ b = 0 കിട്ടും. s² കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് c = 6 കിട്ടും. സോ നമുക്ക് ABCDE 5 വാല്യൂസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എസ് നമ്മൾ എന്താ എഴുതുന്നത്, a/s + b/s³ - b/s³ + c/s⁴. നമ്മൾ എഫ് ഓഫ് എസിനെ എഫ് ഓഫ് എസ് ഈക്വൽ ടു എന്താ എഴുതിയിരുന്നത്, a/s + b/s² + c/s³ + d/s⁴ + e/s+1 ആയിരുന്നു. ഇവിടെ ഓരോന്നിനും ABCDEൻ്റെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, എഫ് ഓഫ് എസ് ഈക്വൽ ടു 1/s + 6/s³ - 6/s⁴ - 2/s+1 എന്ന് കിട്ടും. നമുക്ക് എഫ് ഓഫ് ടി ആണ് കാണേണ്ടത്, അതായത് L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, L ഇൻവേഴ്സ് ഓഫ് ഇത് കണ്ടാൽ മതി. ഇത് നമുക്ക് സിമ്പിളായിട്ട് കാണാം അല്ലേ. സോ എഫ് ഓഫ് ടി എന്താണ്, L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് -s⁴ + s³ + 6x² - 6/s⁴ ഇൻറ്റു s+1 ആണ്. ഇതാണ് നമ്മൾ അവിടെ കണ്ടുവച്ചിട്ടുള്ളത് L ഇൻവേഴ്സ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/s + 6/s³ - 6/s⁴ - 2/s+1 ആണ്. സോ L ഇൻവേഴ്സ് ഓഫ് ഇത്
ഈ ഒരു കംപ്ലീറ്റ് ടേം വരും. ഇപ്പോൾ എൽ ഇൻവേഴ്സ് ലീനിയർ ആയതുകൊണ്ട് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ക്യൂബ് മൈനസ് 6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁴ മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 എന്ന് എഴുതാം. ഇനി 1/s എന്തിൻ്റെ എൽ ഇൻവേഴ്സ് ആണ്? 1-ൻ്റെതാണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് 1. 6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ക്യൂബ്. 1/s ക്യൂബ് എന്താണ്? t²/2 നമുക്കറിയാം എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁴n എന്താണ്? t⁻⁴n/n−1 ആണ്. സോ ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ് 1/s വരുമ്പോൾ ദാറ്റ് വിൽ ബി എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് 1 ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? t⁻³ മൈനസ് അടുത്തത് എൽ ഇൻവേഴ്സ് 6 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁴. ഈ ഫോർമുലയിൽ കൊടുത്ത് നമുക്ക് കിട്ടും 6 ഇൻറ്റു t³ മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 അല്ലേ? അതെന്തിൻ്റെയാണ്? e⁻⁻t. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടാം 1 + 2 ആണ് 2 എന്ന് വരും. 2ഉം 6ഉം ക്യാൻസൽ ആകുമ്പോൾ 3 വരും. സോ 1 + 3t². ദിസ് ഈസ് 3 6ഉം ക്യാൻസൽ ആവും. മൈനസ് t³ മൈനസ് 2 e⁻t. ഇതാണ് നമ്മുടെ വോൾട്ട്രാ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ.